ഡോക്ടർ എൻ എം അരുൺ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ എൻ എം അരുൺ, ഈ ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക ശാസ്ത്രബോധവും ഒക്കെ നമ്മുടെ പുരോഗമന സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ പരമ്പരാഗതമായ വിശ്വാസങ്ങളെയും ആത്മീയ അനുഭൂതികളെയും ഒക്കെ മറ്റൊരു തരത്തിൽ കാണാനും വ്യാഖ്യാനിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫ്രോയിഡിനെ പോലെയുള്ളവരൊക്കെ ഇത്തരം ഓരോരോ ഈ അതീന്ദ്രിയമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അതിന് പല ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഡോക്ടർ എൻ എം അരുൺ, യുക്തിയുടെ കണ്ണിലൂടെ താങ്കൾ ഈ കാര്യങ്ങളെ നോക്കുമ്പോൾ അന്ധവിശ്വാസികളായ ഒരു കൂട്ടം ആളുകളുടെ അസംബന്ധമായ ന്യായവാദമായിട്ടാണോ ഇതിനെ കാണുന്നത്, അതല്ല ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? നമ്മൾ ഈ കുടുംബത്തിനെ മാത്രം അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ 99.9% ആൾക്കാരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അന്ധവിശ്വാസികളാണ്. ഇന്നലെയാണ് മലീമസമായ ഗംഗയിൽ 2 കോടിയിലധികം ആൾക്കാർ പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് കുളിക്കാനിറങ്ങിയത്. അതുപോലെ തന്നെ ഇന്നലെയാണ് ഏതോ ഒരു മനുഷ്യന്മാർ ഒരു മലയുടെ മുകളിൽ കത്തിക്കുന്നൊരു വിളക്കിൽ എന്തോ ദിവ്യത്വമുണ്ടെന്ന് വിചാരിച്ച് 2 ലക്ഷം ആളുകൾ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ നല്ലവണ്ണം ഉണ്ട്. അതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഇതൊരു ചെറിയൊരു അന്ധവിശ്വാസം, അത് എന്താ പറയുക, ചെറിയൊരു പറ്റിക്കൽ പരിപാടികളാണ്, മറ്റു വലിയ പറ്റിക്കൽ പരിപാടിയാണ്. ചെറിയ പറ്റിക്കൽ പരിപാടിയെ നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് പുതിയൊരു സംഭവമായതുകൊണ്ട് നമ്മളതിനെ തുറന്നു കാട്ടുന്നു, മറ്റതിനെ നമ്മൾ തുറന്നു കാട്ടുന്നില്ല. ഇത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇനി ഇതിൽ എന്താണ് ഇതിൻ്റെ ശരിയായ സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല, നമുക്ക് ഊഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കും. അദ്ദേഹത്തിന് സമാധി എന്ന രീതിയിൽ പുള്ളിക്ക് ഒരു ആഫ്റ്റർ ലൈഫ് എന്ന രീതിയിൽ പുള്ളിക്ക് ഒരു ദൈവമാവണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു അമ്പലം നടത്തുന്നുണ്ട്, അതിന് പക്ഷെ ആരും പോവാറില്ല. അതൊരു ആത്മീയ വ്യാപാരം, പൊളിഞ്ഞൊരു ആത്മീയ വ്യാപാരമായിരുന്നു ആ അമ്പലം. ആ ആത്മീയ വ്യാപാരം ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഈ മക്കളും ചിലപ്പോൾ അച്ഛനും കൂടി ഒരുമിച്ച് തയ്യാറാക്കിയ ഒരു നാടകത്തിൻ്റെ ഫലമായിരിക്കും അത്. പക്ഷെ അവർക്ക് ചില തെറ്റുകൾ പറ്റി. അവർ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇത് ചിലപ്പോൾ ഈ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ഇത് വലിയൊരു ദിവ്യനായിട്ട് മാറിയേക്കാമായിരുന്നു. പക്ഷേ ഇവരിങ്ങനെ ഒരു ദുരൂഹമായിട്ട് ചെയ്തപ്പോൾ ആരെയും വിളിച്ചു കൂട്ടാതെ ആരെയും കാണാതെ ഒരു രാത്രിയിൽ ഒരു കല്ലറ ഉണ്ടാക്കി അതിൽ അടക്കിയിട്ട് ഒരു പോസ്റ്റർ മാത്രം പൊതിച്ചപ്പോൾ അപ്പോഴാണ് അടുത്തുള്ള ആളുകൾക്കൊക്കെ ഈ പ്രശ്നങ്ങൾ മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് ചുറ്റുമുള്ള ആളുകളുമായിട്ട് അവർ അത്ര നല്ലൊരു ബന്ധത്തിലല്ല, അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടി പഠിച്ച കള്ളന്മാരായിരുന്നുവെങ്കിൽ അവർക്കിത് നേരത്തെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ലൊരു ആത്മീയ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊരു വലിയൊരു സംഭവമായിട്ട് കൊണ്ടാടാമായിരുന്നു. പക്ഷേ അതിനവർക്ക് സാധിച്ചില്ല. അതൊരു പക്ഷേ അവരുടെ കഴിവുകേട് കൊണ്ടായിരിക്കാം എന്ന് മാത്രമേ ഞാൻ വ്യക്തമാകാൻ വേണ്ടി ചോദിക്കുകയാണ് ഡോക്ടർ എൻ എം അരുൺ. അതായത് താങ്കൾ പറയുന്നത് ഇതിനകത്ത് 2 കാര്യങ്ങൾ, ഒന്ന് അവരുടെ അന്ധവിശ്വാസവും പിന്നെ കച്ചവട താല്പര്യവും, ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ ഒരു ക്രൈം എലമെന്റ് ഒന്നും താങ്കൾ സംശയിക്കുന്നില്ല അല്ലേ? നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയുള്ളൂ. ഒരു പക്ഷേ അച്ഛന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല, മകന് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. നേരത്തെ സ്വാമി പറഞ്ഞല്ലോ ഒരു വില്ല് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്തായിരുന്നു, അവർക്കൊരു വില്ല് എഴുതി വെക്കാമായിരുന്നു. വില്ല് എഴുതി വെച്ചാൽ അച്ഛൻ്റെ വില്ല് എഴുതി വെച്ചിട്ട് അച്ഛൻ ഒരു പരസ്യമായിട്ട് അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുരൂഹത ഉണ്ടാവില്ല. അപ്പോൾ അത് പറയാത്ത സ്ഥിതിക്ക് നമുക്കൊരു ക്രൈം ഇല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മക്കൾക്ക് മാത്രമായിരിക്കാം ആഗ്രഹം, അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലേ നമുക്ക് അറിയില്ല. അപ്പോൾ ക്രൈം ഉണ്ടായിരിക്കാം. എന്തുവാണെങ്കിലും ഇന്നത്തെ കോടതി വിധി സ്വാഗതാർഹമാണ്. പലപ്പോഴും കോടതികൾ മതങ്ങളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഇന്നത്തെ ഭാരതത്തിൽ ഇങ്ങനെയുള്ള വിധികൾ വരുന്നു. വിധിയല്ല, ഒരു ഒബ്സർവേഷൻ മാത്രമാണ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒബ്സർവേഷൻ, അതുപോലെ ഇത് തടയാതിരിക്കുന്നത്, ഇതെല്ലാം തന്നെ കോടതി അങ്ങനെ ചെയ്ത് നല്ലതാണ്. നമുക്കറിയാം പല കോടതി വിധികൾ തന്നെ, ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം പോലെയുള്ള കോടതി വിധികൾ തന്നെ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മതവിശ്വാസത്തിൻ്റെയും വർഗീയതയുടെയൊക്കെ എന്താ പറയുക മലീമസമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ സമൂഹത്തിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ വലിയൊരു പ്രശ്നമാവാൻ എന്താണ് കാരണം? ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മുസ്ലിം എന്ന പേര് മക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രശ്നമായത് തന്നെ.
അപ്പോൾ എപ്പോഴും അങ്ങനെ ആ രീതിയിൽ വർഗീയ വിദ്വേഷം പരത്തിക്കൊണ്ട് സമൂഹത്തിന് പിന്നോട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് ഇതും. പക്ഷേ ഭാഗ്യവശാൽ കോടതി നല്ലൊരു രീതിയിലൊരു ഇതെടുത്തു. സാങ്കേതികമായ കാര്യങ്ങളാണല്ലോ അന്വേഷിച്ചിട്ടുള്ളത്. അതിന്റെ സാങ്കേതികമായ കാര്യമാണ്. അതായത് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല, അപ്പോൾ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കല്ലറ പൊളിച്ചുള്ള പരിശോധനയ്ക്ക് കോടതി അനുവാദം നൽകുകയും ചെയ്യുന്നു.